+2 കഴിഞ്ഞ പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കും നല്ലൊരു സക്സസ്ഫുൾ ആണ്, എൻ്റെ അടുത്ത് 1-2 ഐഡിയാസ് ഒക്കെ ഉണ്ട്, നല്ലൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണറും, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ അവനക്ക് വേണ്ട ഗൈഡൻസുകൾ കാര്യങ്ങൾ കൊടുത്തു. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ജമ്പ് ചെയ്യുന്നതിന് പകരം നീ നിൻ്റെ രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ നേടുക, അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ 100 കണക്കിന് ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളിൽ പലരും എങ്ങനെ ഒരു സക്സസ്ഫുൾ സംരംഭകനാവാമെന്ന് തേടി നടക്കുന്ന ആളായിരിക്കും. സോ ഞാൻ 1-2 കാര്യങ്ങളാണ് പറയുന്നത്, എങ്ങനെ നമുക്കൊരു സൂപ്പർ ഓൺട്രപ്രണർ ആകാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സംരംഭകൻ എന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കടന്നു വരുന്ന ആളാണ്, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് സംരംഭകനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗൈഡ് ലൈൻ തരുന്നത്. നിങ്ങൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹമുള്ള ചങ്കുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, അയച്ചു കൊടുക്കാം. യെസ്, നമ്പർ 1, വി ക്യാൻ. യെസ്, വി ക്യാൻ. അതായത് ഒരു സംരംഭകനാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം വേണം. യെസ്, എനിക്ക് സംരംഭകനാകാൻ പറ്റും. ഏതൊരാൾക്കും സംരംഭകനാകാം, ഓൺട്രപ്രണർ ആകാം. വീട്ടിൽ സംരംഭകൻ്റെ പാരമ്പര്യം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ വലിയ സമ്പത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏതൊരാൾക്കുമാകും. നിങ്ങളുടെ കയ്യിൽ കുറച്ച് സെർട്ടൻ ക്വാളിറ്റീസ് വേണം, സംരംഭകനാവാനുള്ള ഐഡിയാസ് വേണം. സംരംഭകനാകാൻ അല്ലെങ്കിൽ നാട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് തീവ്രമായ ആഗ്രഹമാണെങ്കിൽ ഏതൊരാൾക്കും സംരംഭകനാകാം. സംരംഭകനാകുന്നതിനെ കുറിച്ച് പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. പല ആളുകളുടെയും ഉള്ളിലൊരു പേടിയാണ്, എനിക്ക് സംരംഭകനാകാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് വലിയ സമ്പത്തൊന്നും, വീട്ടിൽ വലിയ സമ്പത്തൊന്നുമില്ല, അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പണമില്ല, അതുകൊണ്ട് എനിക്കും ഒരു സംരംഭകനാവാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നു കുട്ടികളെ, ഏതൊരാൾക്കും സംരംഭകനാകാം. അത് പോസിബിളാണ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരാൾക്കും സംരംഭകനാകാം. യെസ്, വി ക്യാൻ ബി എൻ ഓൺട്രപ്രണർ. സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവാനുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി സംരംഭകനാവാൻ എന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് എല്ലാവർക്കും സംരംഭകനാകാം. അപ്പോൾ സംരംഭകനാകണമെങ്കിൽ രണ്ടാമത്തൊരു സാധനം നമ്മൾ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതെന്താണെന്ന് പറയാം, നമുക്ക് പ്രോബ്ലം എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാക്കി മാറ്റണമെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രശ്നം കണ്ടെത്തുക എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയ ഒരു സംരംഭകൻ എല്ലാവരും ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയും, നാട്ടിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടായിരിക്കും. വലിയൊരു പ്രോബ്ലം ആവണമെന്നില്ല, ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അതിന് പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ സൊല്യൂഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തേണ്ടത് പ്രോഡക്റ്റും അല്ലെങ്കിൽ മാർക്കറ്റും കണ്ടെത്തുന്നതിന് മുൻപ് നാട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ട് എന്ന് കണ്ടെത്തലാണ് ഉദ്ദേശിച്ചത്. നാട്ടുകാർക്ക് ലഭിക്കാത്ത എന്ത് പ്രോബ്ലം, അതിപ്പോൾ ഭയങ്കര പ്രോബ്ലം ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, നാട്ടുകാർക്ക് നിങ്ങളുടെ അടുത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഏകദേശം ഒരു 1000 ആളുകൾക്കുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കി, ആ കമ്മ്യൂണിറ്റി നിങ്ങളൊരു സർവേ നടത്തിയപ്പോൾ മനസ്സിലായി അതിനകത്തൊരു 520 ലേഡീസും ഉണ്ട്, ഏകദേശം ഒരു 500ഓളം വരുന്ന ജെൻസും ഉണ്ട്. അപ്പോൾ ആ ആളുകൾക്കിടയിലുള്ള ഏറ്റവും വലിയ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏജ് ഗ്രൂപ്പ്, 35 അല്ലെങ്കിൽ 40% ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 30+ ആയിട്ടുള്ള ആളുകളാണ്, 30 വയസ്സിന് കൂടെയുള്ള ആളുകളാണ്. ഈ 30 വയസ്സിന് കൂടെയുള്ള ആളുകളിൽ ഏകദേശം 40% ആളുകൾക്ക് ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ ഒബീസിറ്റി തുടങ്ങിയ രോഗങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന പ്രോബ്ലം ഹെൽത്ത് ഇഷ്യൂ, വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടാകും അവർക്കിടയിൽ. അപ്പോൾ അവർ ആരോഗ്യ പ്രശ്നം, ഷുഗർ, പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നവർ മനസ്സിലായി. സോ ഈ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന എന്ത് വഴിയാണുള്ളത്? അവരെ ഈസി ആയിട്ട്, ഇന്നോവേറ്റീവായിട്ട്, അവർക്ക് എളുപ്പത്തിൽ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് സൊല്യൂഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് മോഡലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ കൺവീനിയൻ്റായി ഇന്നോവേറ്റീവ് എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബ്ബോ അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽത്ത് കോച്ചിങ്ങോ ഡയറ്റ് പാക്കേജുകളോ, അതല്ലെങ്കിൽ ചെറിയൊരു ഹെൽത്ത് കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ ഹെൽത്തിനെ റീഗെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് പാക്കേജുകൾ, അങ്ങനെ എന്തെങ്കിലും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ ആദ്യം പ്രോബ്ലം കണ്ടെത്തുക. ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സംരംഭകൻ്റെ സ്വഭാവം എന്തായിരിക്കണം? സമൂഹത്തിലെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രോബ്ലം തിരയുന്നവനാണ് ഒരു യഥാർത്ഥ സംരംഭകൻ. യഥാർത്ഥ സംരംഭകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ, പുതിയ രീതിയിലുള്ള സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് സംരംഭകൻ. സോ ബിഫോർ യു ഫൈൻഡ് എ പ്രോഡക്റ്റ്, ഫൈൻഡ് എ പ്രോബ്ലം, ദെൻ try to give a solution. Number 3,
നിങ്ങളൊരു സംരംഭകനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വലിയൊരു ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കസ്റ്റമർ ആക്കാൻ പറ്റില്ല. ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള സൊല്യൂഷനും കൊടുക്കാൻ പറ്റില്ല. തുടക്കമാണല്ലോ, നമ്മൾ ബിസിനസ്സിൻ്റെ തുടക്കത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ പഠനം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ മനസ്സിലാക്കി നമുക്ക് ബിസിനസ്സുകാരനാകാൻ പറ്റും. നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തി. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ എവിടെയാണ് പരിഹരിക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ തിങ്ക് നാരോ, വലിയ വൈഡ് ആംഗിളിൽ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നാരോ ആയിട്ടുള്ള പൊസിഷനിങ്ങിലേക്ക് പോകും. നാരോ ആയിട്ട്, അത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നാരോ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം, അല്ലെങ്കിൽ നാരോ ഏരിയയുടെ പ്രോബ്ലം, അല്ലെങ്കിൽ നാരോ സെഗ്മെൻറ്റിൻ്റെ പ്രോബ്ലത്തെ വളരെ സ്ട്രോങ് ആയിട്ട്, ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് സ്ട്രോങ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ ക്ലോത്തിങ്ങിലേക്ക് വരാം. ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നത്, ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡാണ് തുടങ്ങാൻ പോകുന്നത് വിചാരിക്കാം. ടെക്സ്റ്റൈൽ ബ്രാൻഡ് തുടങ്ങാൻ പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾ പറയുന്നത് 0 to 80, അത് 0 വയസ്സ് മുതൽ 80 വയസ്സ് വരെ 90 വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള കംപ്ലീറ്റ് ഡ്രസ്സിങ് സൊല്യൂഷനും നിങ്ങൾ കൊടുക്കാൻ പോകുന്നു വിചാരിക്കാം. അതൊരു ബ്രോഡർ സ്കോപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വേണ്ടി വരും. അതിനകത്ത് ധാരാളം ഡെഡ് സ്റ്റോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നമുണ്ട്. എന്നാൽ നിങ്ങൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കാറ്റഗറിയെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ആ കാറ്റഗറി ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ ആയിരിക്കണം, അതൊരു വേറെ കാര്യം. ഏറ്റവും കൂടുതലുള്ള പോപ്പുലേഷൻ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ കാറ്റഗറിയെ തിരഞ്ഞെടുക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്കിടയിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ആ മതത്തിൻ്റെ റിലീജിയസ് ഫങ്ഷനുകളിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ, റിലീജിയസ് എപ്പോഴും ഉപയോഗിക്കില്ല, റിലീജിയസ് ഫങ്ഷൻസ്, പക്ഷേ 40 റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണെന്ന് വിചാരിക്കുക. 40 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ ഡ്രസ്സ് ഉപയോഗിക്കുക എങ്കിൽ അതിന് മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണെന്ന് വിചാരിക്കുക. നോർമലി ഒരു എല്ലാ ദിവസവും റിലീജിയസ് ആക്ടിവിറ്റി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവുക, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സെലക്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അതല്ല എങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, കല്യാണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റെൻ്റൽ ഷോപ്പ് ഉപയോഗിക്കുന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കല്യാണത്തിന് ഡ്രസ് കോഡ് മാച്ച് ചെയ്യാനിരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം റീസെൻ്റായിട്ട് എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം നടന്നു. ഞങ്ങൾ ഏകദേശം ഒരു 10-60 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഡ്രസ് കോഡ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ 60 ആളുകൾക്ക് ഏകദേശം 4000-3000 രൂപ ചിലവാക്കിയിട്ട് അത്രയും കോസ്റ്റ് വരുമ്പോൾ വലിയൊരു തുകയാണ് വരുന്നത്. എന്നാൽ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 60ഓളം ആളുകൾക്ക് ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളെ ഒരു റെൻ്റൽ ഷോറൂമായിട്ട് കണക്ട് ചെയ്യുകയും വിവിധ തരത്തിലുള്ള ആളുകൾക്കുള്ള സൈസിലുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ അതിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കതിന് 3000-4000 രൂപ കോസ്റ്റ് വരും. എന്നാൽ അത് ഞങ്ങൾക്ക് പെർ പീസ് 1000 രൂപയ്ക്ക് റെൻറ്റിന് കിട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. 3000 രൂപ സേവാണ്, വലിയൊരു കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത്, അല്ലെങ്കിൽ 2.5-3 ലക്ഷം രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നൊരു സാധനം ഞങ്ങൾക്ക് 60,000 രൂപയ്ക്ക് കിട്ടി. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആ ഷോപ്പിൽ അത് മാത്രമേ ഉള്ളൂ. വെഡ്ഡിങ് പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം ടൈപ്പുള്ള ഡ്രസ്സുകൾ റെൻറ്റിൽ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു പർട്ടിക്കുലർ സ്കോപ്പ്. പക്ഷേ അവർക്ക് എപ്പോഴും ബിസിനസ് ഉണ്ട്. ഈ മാത്രമല്ല 2000-2500 രൂപ കോസ്റ്റിൽ അവർ ചെയ്യുന്ന ഈ സാധനത്തെ ചുരുങ്ങിയതൊരു 20 റൗണ്ട് അതിന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഒരുപാട് വൈഡ് ആംഗിളിൽ ചിന്തിക്കാതെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ സ്കോപ്പിലേക്ക് അതിനെ നാരോ ആയി ചിന്തിക്കുകയും അതിനനുസരിച്ച് അതിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും തുടക്കക്കാരായിട്ടുള്ള ബിസിനസ്സിന് ഏറ്റവും നല്ലത് കുറേ കൂടെ നാരോ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ചിന്തിക്കണം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. അതിപ്പോൾ ഫുഡിൻ്റെ കേസിലാണെങ്കിൽ ശരി. ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷോപ്പ് തുടങ്ങി. പുള്ളി ആകെ ചെയ്യുന്നത് വെച്ചാൽ ഷവർമ സ്പെഷ്യലൈസ്ഡ് ഷോപ്പാണ്. ഷവർമയുടെ വിവിധ തരത്തിലുള്ള ഷവർമാസ്, വിവിധ സൈസിലുള്ള ഷവർമാസ്, വിവിധ ഒക്കേഷനിലേക്ക് ഉപയോഗിക്കുന്ന ഷവർമാസ്, സിംഗിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ റോൾ ഷവർമാസ് ഉണ്ട്. നിങ്ങൾ ഫാമിലി പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലബ് സാൻഡ്വിച്ച് പോലുള്ള ഷവർമ ക്ലബ്ബുണ്ട്. അങ്ങനെ ഷവർമയുടെ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ. അത് തീർച്ചയായിട്ടും അവിടെ ഷവർമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷവർമ എന്ന ആളുകൾ ചിന്തിക്കുന്നിടത്ത് ഇവരെ ഓർക്കത്തക്ക രീതിയിലുള്ള സ്പെഷ്യൽ യൂസ് കേസ്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് നാരോ യൂസ് കേസിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കുറേ കൂടെ ബിസിനസ്സിനെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ ഈസി ആക്കുന്നൊരു മെത്തേഡാണ്. നമ്പർ 4, ബിസിനസ്സിൽ ഇതൊക്കെ ഉണ്ട്, നല്ലൊരു ഐഡിയ ഉണ്ട്, പ്രോബ്ലം കണ്ടെത്തി നാരോ ഐഡിയ ഫൈനൽ ചെയ്യുന്നു. ഇനി നിങ്ങൾ കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷാണ്. ക്യാഷ് വേണം. അതായത് മിനിമം ക്യാഷ് അല്ല വേണ്ടത്.
നിങ്ങളുടെ ബിസിനസ് ഒരു 6 മന്തോ അതല്ലെങ്കിൽ ഒരു 1 ഇയറോ ഒക്കെ വളരെ സ്മൂത്തായിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകാനുള്ള ക്യാഷ് കണ്ടെത്തുക, കളക്ട് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ റെലവൻ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ക്യാഷ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയാവുന്ന കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട്, പൊളിഞ്ഞ് പാളിസായിപ്പോയി. ഒറ്റ കാര്യമുള്ളൂ, നല്ല ഐഡിയ ആയിരുന്നു, നല്ല ടീം ഉണ്ടായിരുന്നു, നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്യാഷ് ഫ്ലോ ഉണ്ടായിരുന്നില്ല. ഒരു ബിസിനസ്സിന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ പീരീഡ് വരെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ക്യാഷ് നിർബന്ധമാണ്. നമ്മൾ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആളുകൾ കാശൊന്നും കൊണ്ടുതരില്ല, വലിയ ഫണ്ട് നമ്മളുടെ അടുത്തേക്ക് ഇടത്തുമില്ല. മറിച്ച് നിങ്ങൾ തുടങ്ങി ചിലപ്പോൾ കുറച്ച് കഴിയണം റവന്യൂ വരാൻ. പ്രത്യേകിച്ചും B2Bയിലൊക്കെ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ രൂപപ്പെടാൻ പോലും സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മുടെ ബിസിനസ് ക്യാഷിന് ഡ്രൈ ആവാൻ പാടില്ല. യു ഷുഡ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ബിഫോർ എൻ്ററിങ് ടു ദ ബിസിനസ് ഹാവ് ഇനഫ് ക്യാഷ് ഫ്ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ബൂട്ട് സ്റ്റാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ സീഡ് ഇൻവെസ്റ്റേഴ്സോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ കൊണ്ടുവരാം, VCസിനൊക്കെ കൊണ്ടുവരാം. ബട്ട് ക്യാഷ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ജമ്പ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ജമ്പ് ചെയ്തതിന് ശേഷം ക്യാഷ് ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഉള്ളതും കൂടെ നഷ്ടപ്പെടും. ബിസിനസ് തുടങ്ങിയിട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വീടും പറമ്പൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച് പോയ ആളുകൾ ഞാൻ വളരെ അടുത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ സങ്കടം കേട്ടിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി എല്ലാവരും മണിമാളികളൊന്നും ഉണ്ടാക്കുന്നില്ല, നഷ്ടപ്പെട്ടവരുണ്ട്. നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് നിർബന്ധമാണ്. നമ്പർ 5, നെവർ ആസ്ക് ഫോർ പെർമിഷൻ. നെവർ ആസ്ക് പെർമിഷൻ. നെവർ ആസ്ക് പെർമിഷൻ അതായത് ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ബിസിനസ്സുകാരനാവണം എന്നുള്ള താല്പര്യം വന്നു കഴിഞ്ഞു, അതോടൊപ്പം തന്നെ നിങ്ങളൊരു പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞു, നിങ്ങളുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്കോപ്പിനെ വളരെ മികച്ച രീതിയിൽ അതിനൊരു ബിസിനസ് ഐഡിയ ആക്കി ഡെവലപ്പ് ചെയ്തു, ക്യാഷും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കാര്യം ചെയ്യണം. ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാത്ത, നിങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ കഴിയാത്ത, ഒരുപക്ഷെ ഫാമിലി ആയിരിക്കാം, ഒരുപക്ഷെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും, ഒരുപക്ഷെ ഫാദറിന് ബിസിനസ് ചെയ്യുന്ന താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും. ഇവരെല്ലാവരുടെയും കൺസെൻ്റ് എടുത്ത് ഇത് വിജയിക്കൂ എന്ന് ചോദിക്കുന്ന, പെർമിഷൻ എടുക്കുന്ന പരിപാടി നിർത്തണം. നിങ്ങൾക്കിത് വർക്കൗട്ട് ആവും തോന്നി, നിങ്ങൾ ഇതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തു, നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി, നിങ്ങൾ അതിലെ ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, നിങ്ങൾ ബിസിനസ്സിന് പരിചയമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തു, അത് അവർക്കും നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ ആണെന്ന് തോന്നി, അല്ലെങ്കിൽ നല്ല കോച്ചുമാരെ കണ്ടു, അതിൻ്റെ സ്ട്രാറ്റജിക്കൽ പൊസിഷനിങ് മനസ്സിലാക്കി, ഇറ്റ്സ് റെലവൻ്റ് ആണ്, മാർക്കറ്റിൽ പെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇത് നല്ലതാണോ എന്ന് ചോദിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജമ്പ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി ആവശ്യത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ജമ്പ് ചെയ്യുക. പിന്നെ എല്ലാവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ച് നടക്കണ്ട. ബിക്കോസ് ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ബിസിനസ്സിൽ ഐഡിയ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ബിസിനസ്സുകാരോടല്ല കേട്ടോ പറയുന്നത്, ബിസിനസ് ചെയ്തിട്ടില്ലാത്ത സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആഗ്രഹിക്കുന്ന ജോലി ചെയ്യുന്ന ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ശരിയാവോ, ഇത് ശരിയാവോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാടുണ്ടാവും. ഒരു ഐഡിയ റെലവൻ്റ് ആണെന്ന് തോന്നി, അത് കറക്റ്റായിട്ട് പഠിച്ചു, അതിനകത്ത് മാർക്കറ്റ് ഉണ്ടെന്ന് പഠിച്ചു, അതിനകത്തുള്ള ആവശ്യമുള്ള ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ഇനി നോക്കണ്ട, ജമ്പ് ചെയ്യുക. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ രീതിയിൽ ചലഞ്ചസുകളുണ്ടാവും, അതിനെ മാനേജ് ചെയ്യുക, മെൻ്റലി സ്ട്രോങ് ആവുക, ഫ്ലോട്ട് ചെയ്യുക, മുന്നോട്ട് പോകുക. ബിസിനസ്സിന് ചെറിയ ചേഞ്ചുകൾ വരുത്തുക. ചിലപ്പോൾ സ്ട്രാറ്റജി തെറ്റിപ്പോകാം, വീണ്ടും സ്ട്രാറ്റജി റീഅലൈൻ ചെയ്യുക, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാം. അത്രേ ചെയ്യാനുള്ളൂ. കാരണം ഈ തുടങ്ങി വിജയിപ്പിച്ച ആളുകളൊന്നും ആദ്യം തന്നെ എല്ലാ ഗ്രീൻ സിഗ്നലും ഗ്രീനായി ഓണായിട്ടൊന്നുമല്ല. റെഡ് സിഗ്നലിലെത്തും, ചിലപ്പോൾ സ്ട്രക്കാവും, ചിലപ്പോൾ ഡിറ്റോർ എടുക്കേണ്ടി വരും, വഴി മാറിയിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ച് എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമ്മളൊരിക്കലും തുടങ്ങാൻ പോകുന്നില്ല. സോ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സംരംഭകത്വ ജീവിതം ആശംസിക്കുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ട്രാറ്റജി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് കരിയറിൽ ഒരു സക്സസ്ഫുള്ളൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായി വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ബില്യനെയർ മാസ്റ്റർ മൈൻഡ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സക്സസ്ഫുള്ളായ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി. അതിനകത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലും ടോക്ക് ഷോയും ഒക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റി. അതിൽ നിങ്ങൾക്കും അംഗമാകാം. അടുത്ത 5 വർഷം കൊണ്ട് ഒരു $1 ബില്യൺ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. സോ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ദിസ് ഇസ് മീ ഖസാഖ് ബെഞ്ചലി, ദ ബിസിനസ് കോച്ച്.